ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. നമ്മുടെ ടീച്ചിങ് എക്സാംസിനെ കുറിച്ച് പുതിയൊരു അപ്ഡേഷൻ നമ്മുടെ പരീക്ഷ ഭവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ എന്താണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 2025 കേട്ടറ്റ് ഡിസംബർ സൈക്കിളിൻ്റെ റിസൾട്ട് ഈ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാം ഫെബ്രുവരിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ എക്സാം അധ്യാപകരും അതേപോലെ തന്നെ അധ്യാപക ജോലിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും എഴുതിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഒരു ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഇപ്പോൾ എഴുതിയിട്ടുള്ള എക്സാം ഞങ്ങൾ പാസ്സാകുമോ, വീണ്ടും ടീച്ചേഴ്സിന് വേണ്ടി മാത്രം നടത്തുന്ന എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ആ ടീച്ചേഴ്സിന് വേണ്ടി നടത്തുന്ന എക്സാമിൻ്റെ അപേക്ഷയുടെ അവസാന ദിവസവും കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വരാൻ പോകുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമും അപ്ലൈ ചെയ്യാനായിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് പേർക്ക് അധ്യാപകർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പരീക്ഷാ ഭവൻ, അതായത് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി 2026 ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതേപോലെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, അതല്ലെങ്കിൽ ഇപ്പോൾ വന്ന കേട്ടറ്റ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത അധ്യാപകർക്ക് ഒരിക്കൽ കൂടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു അവസരമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ജൂൺ 2 മുതൽ ജൂൺ മാസം 5 വരെ വൈകുന്നേരം 5 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം തന്നിട്ടുണ്ട്. ഇനിയൊരു അവസരം എന്തുണ്ടായിരിക്കില്ല, അനുവദിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടെ പരീക്ഷാ ഭവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും അധ്യാപകർ എനിക്കിന് അടുത്തൊരു എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ വരാൻ പോകുന്ന കേട്ടറ്റിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി പരീക്ഷാ ഭവൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജൂൺ മാസം 27, 28 തീയതികളിലായിട്ടാണ് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ട ദിവസമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഒരിക്കൽ കൂടെ പരീക്ഷ ഭവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഇവിടെ 2 മുതൽ, ജൂൺ മാസം 2 മുതൽ ജൂൺ മാസം 5 വരെയാണ് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർ ഈ അവസരം ഒന്ന് ഉപയോഗിക്കുക, അപ്ലൈ ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടി പഠിച്ച അധ്യാപകരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടെ അവസരം കിട്ടുമ്പോൾ അവിടെ ഒന്നും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇത് അധ്യാപകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അനധ്യാപകരായിട്ടുള്ള, അതല്ലെങ്കിൽ സർവീസിലില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയുടെ പുതിയ വിധിയൊക്കെ അനുസരിച്ച് കേട്ടറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വിലയിരുത്തുന്ന അടിസ്ഥാനത്തിലായിരിക്കണം പരീക്ഷ ഭവൻ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം കുറച്ച് ദിവസത്തേക്കും കൂടെ അനുവദിച്ചു തന്നിട്ടുള്ളത്. അത് മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. വരാൻ പോകുന്ന കേട്ടറ്റ് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റട്ടെ. ഇനി കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൈലം ടീച്ചിങ് എക്സാംസിൽ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ റെക്കോർഡഡ് ബാച്ചസ് ആയിട്ട് നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ടെറ്റ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 6 പുസ്തകങ്ങളിലായിട്ട് 12 വിഷയങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ടുള്ള ടൈമൊക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് യൂട്ടിലൈസ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ് കേട്ടിട്ട് റാങ്ക് ഫയൽ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റാങ്ക് ഫയൽ എന്ത് ചെയ്യുക, മേടിച്ചു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത് അത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഉറപ്പാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ടെറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.